അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച് ഇതെല്ലാം അതായത് എനിക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അപ്പൊ അതൊക്കെ ഇതാക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ വീഡിയോ കൂടെ റിയാക്ട് ചെയ്യുന്നതിന്റെ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ പല ഓൺലൈൻ ഇന്റർവ്യൂ ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പന്നത്തരമാണിത്. ഒരാവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അവരെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും, നിങ്ങൾ ഹോട്ട് സീറ്റിലാണ്, ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് അവരുടെ കിടപ്പുമുറിയിലെ കാര്യങ്ങളും ക്രോം ഹിസ്റ്ററിയും വരെ കണ്ടന്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും കേരളത്തിൽ ഈ ഇടയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ മമ്മു കുഞ്ഞിലെ ചെയ്ത ആ ഒരു പ്രവൃത്തികളെ അവൻ എടുത്തു പറയുമ്പോ പോലും ഞാൻ പറയുന്നതിന്റെ ഗൗരവം എന്താണ്, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവനിലെ ഹീറോയിസമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റൂല. അത് അവനിലെ അറിവില്ലായ്മയാണ്. അതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെയും അവസ്ഥ. മമ്മു പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിനെ ഹാസ്യമായിട്ടുള്ള രീതിയിൽ റിയാക്ഷൻ ചെയ്ത് അതിനെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെയും അറിവില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊന്നും വെൽ പ്ലാനഡ് അല്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ എഴുതി വെച്ചതായിരിക്കാം, എന്നാൽ അതിന് അവര് തരുന്ന മറുപടി എന്താണെന്നും ആ മറുപടിയെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്നും എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത് അത് ആ കുട്ടിയുടെ കഴിവാണ്. അവിടെ കുട്ടി ഫെയിലായി, അത്രമാത്രം. എന്നാൽ ഇതിൽ സംഭവിച്ച തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് ഈ ഇന്റർവ്യൂയുടെ നെക്സ്റ്റ് പ്രോസസ് ആയിട്ടുള്ള എഡിറ്റിംഗ് പ്രോസസ്സിൽ എത്തുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു ഈ ഇന്റർവ്യൂവിലെ തെറ്റായ ഭാഗങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു ചർച്ചയായിട്ട് മാറാൻ പോകുന്ന പോർഷൻ ഏതാണ് എന്നുള്ളതൊക്കെ അവർക്ക് തിരുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവരാണ് അതിനെ ശരിക്കും കണ്ടന്റ് ആക്കിയത്. മമ്മുവിനെ ചതിച്ചത് അവന്റെ നാവാണെങ്കിൽ, ആ ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടിയെ ചതിച്ചത് അവളുടെ റിയാക്ഷൻ ആണെങ്കിൽ, ഇവരെ രണ്ടുപേരെയും ചതിച്ചത് വെറൈറ്റി മീഡിയയാണ്. അവരാണ് ആ തോന്നിവാസത്തെ വിറ്റ് ക്യാഷാക്കിയവർ. ഇത്തരത്തിൽ എന്ത് കിട്ടിയാലും അതിനെ കണ്ടന്റാക്കി മാറ്റാനും പണമാക്കി മാറ്റാനും ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട ചിന്താഗതിയോടാണ് എന്റെ റിയാക്ഷൻ.